ഇന്ന് ഓശാന ഞായറാണ്. യേശു ക്രിസ്തുവിന്റെ ജെറുസലേം നഗരപ്രവേശനത്തെ അനുസ്മരിച്ചാണ് ക്രൈസ്തവ വിശ്വാസികൾ ഓശാന പെരുന്നാൾ ആചരിക്കുന്നത്. ഓശാന ഞായറോടെ പീഡാനുഭവ വിശുദ്ധ വാരാചരണത്തിനും തുടക്കമാവുകയാണ്. ആൻമരിയ സണ്ണി കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആൻമരിയ, ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ, കുരുത്തോല പ്രദർശനം എവിടെയാണ് നിൽക്കുന്നത്? വിശദാംശങ്ങൾ എന്താണ് ആൻമരിയ? നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇടപ്പള്ളി തോപ്പിൽ മേരി ക്യൂൻ പള്ളിയിലാണ്. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഇവിടെ എറണാകുളം അങ്കമാലി അതിരൂപത അധ്യക്ഷനായിട്ടുള്ള മാർ റാഫേൽ തട്ടിൽ പിതാവിന്റെ നേതൃത്വത്തിലുള്ള തിരുക്കർമ്മങ്ങൾക്കാണ് ഓശാന ഞായറാഴ്ച ഇവിടെ സാക്ഷ്യം വഹിക്കാനായിട്ട് പോകുന്നത്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ്. അതായത് വിശുദ്ധവാര ദിവസത്തിലേക്ക് ക്രിസ്ത്യാനികൾ കടക്കുകയാണ്. 50 നോമ്പുകൾ എടുത്ത് 40-ാം വെള്ളിയോടെ അതിനുശേഷം ഓശാന ഞായറാഴ്ച, പെസഹ ബുധൻ, പെസഹ വ്യാഴം, ദുഃഖവെള്ളി, യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്, ഈ രീതിയിലേക്കായിരിക്കും ഇനി ക്രിസ്ത്യാനികൾ കടക്കുന്നത്. അതായത് വിശുദ്ധവാര ദിവസങ്ങളിലേക്ക് ക്രിസ്ത്യാനികൾ കടക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ സ്മരണകൾ ഉയർത്തി കുരുത്തോലകളേന്തി ക്രൈസ്തവർ ഓശാന പെരുന്നാൾ ആഘോഷിക്കുന്നത് സഹനത്തിന്റെയും കുരിശുമരണത്തിന്റെ ദിനങ്ങളായ വാരത്തിനാണ്. ഇതോടെ തുടക്കമാണ്. അതായത് വലിയ നോമ്പിന്റെ അവസാന ദിവസങ്ങളിലേക്ക് കടക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ ഓർമ്മകളാണ് ഇവിടെ കാണുന്നത്. ജെറുസലേമിലേക്ക് രാജകീയമായി പ്രവേശിപ്പിച്ചുകൊണ്ട് യഹൂദന്മാര് ഇരു കൈകളിലും ഓശാനകളേന്തി, ഓലകളേന്തി യേശുവിനെ രാജകീയമായി ജെറുസലേമിലേക്ക് സ്വീകരിക്കുന്നതിന്റെ സ്മരണ കൂടിയാണ് ഇത് ഉയർത്തിക്കാട്ടുന്നത്. അതായത് ഒരു രാജാവിനെ പോലെ കഴുതക്കുട്ടിയുടെ പുറത്ത് ഏറെ നിഷ്കളങ്കനായി ഒരു സാധാരണക്കാരനെ പോലെ യേശു ജെറുസലേമിലേക്ക് എഴുന്നേൽക്കുന്നതിന്റെ സ്മരണകളാണ് ഉയർത്തുന്നത്. ഇത് ഈ ഓശാനകൾ കയ്യിലേന്തി, ഓലകൾ കയ്യിലേന്തി ഓശാന ഞായറാഴ്ച പ്രതിഷ്ഠത്തോടു കൂടിയായിരിക്കും ഓശാന. ശരി, ആൻമരിയ സണ്ണി വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഇടപ്പള്ളിയിൽ നിന്ന്. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകൾക്ക് തുടക്കമാകുന്നു. പിന്നീട് 1 മണിക്കൂറുകളിൽ കുരുത്തോല പ്രദർശനവും നടക്കാൻ പോവുകയാണ്. ആൻമരിയ അതിൻ്റെ വിവരങ്ങൾ വിശദീകരിക്കുകയായിരുന്നു.